ശ്രീ ഗിരീശൻ ഗുജറാത്ത് കേരള സമാജത്തിന്റെ നേതാവാണ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഗിരീശൻ, ഗുജറാത്തിനെ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ ദുരന്തം കൂടിയാണ്. വിമാനത്തിലുള്ള ആളുകൾ മാത്രമല്ല, വിമാനയാത്രികർ മാത്രമല്ല, അഹമ്മദാബാദിൽ വിമാനത്താവളത്തിന് സമീപമുള്ള മെഡിക്കൽ കോളേജിലെ ചെറിയ പ്രായത്തിലുള്ള ഡോക്ടർമാരടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. 6 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ മരണങ്ങൾ ഉണ്ടായേക്കാം എന്ന വിവരമാണുള്ളത്. എന്താണ് താങ്കൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മേഘാണി നഗർ, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണത്. പക്ഷെ ഭാഗ്യവശാൽ ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ട് പ്ലെയിൻ അവിടെ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ വീണില്ല എന്നുള്ളത് അപകട സംഖ്യ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇത് കുറച്ചുകൂടി ഇത് ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് പുറത്ത് ഒരു ഗ്രൗണ്ട് ആണ് അവിടെ ഇന്ന് ആ ഭാഗത്ത്. അവിടെ നേരത്തെ കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളായിരുന്നു. ആ ഓഫീസുകളെല്ലാം ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ അത് ഗവൺമെന്റ് എല്ലാം അവിടെയെല്ലാം ഇടിച്ചു നിരപ്പാക്കിയിട്ട് അവിടെ അത് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവരവിടെ ഹോസ്റ്റലുകൾ പണിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-4 ഹോസ്റ്റലുകൾ മാത്രമാണ് അവിടെ പണിഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മുടെ സിവിൽ ഹോസ്പിറ്റലിലെ റെസിഡൻഷ്യൽ ജൂനിയർ ഡോക്ടർമാരും സ്റ്റുഡൻസും എല്ലാവരും താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഭാഗത്താണ് ഈ പ്ലെയിൻ തകർന്ന് വീണത് കൊണ്ട് കുറച്ച് ജൂനിയർ ഡോക്ടേഴ്സിനും ഇതിൽ അപകടത്തിൽ പരിക്ക് പറ്റിയതായിട്ട് ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് വീണില്ല എന്നുള്ളത് അപകട സംഖ്യ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ സിവിൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഒരു മലയാളി മരിച്ച് ഫ്ലൈറ്റിൽ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സിവിൽ ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ അടുത്താണുള്ളത്. ഇവിടെ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് വരേണ്ടി വരും. വന്നു കഴിഞ്ഞ് ബോഡി മിക്കവാറും എല്ലാവരുടെയും DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ടെസ്റ്റ് ചെയ്ത് ബോഡി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബോഡി വിട്ടുകൊടുക്കത്തുള്ളൂ. ഇത്രയുമാണ് അവര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിപ്പോഴും ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഇപ്പോഴും ആ ഒരു ഫ്ലൈറ്റിനകത്തുനിന്നാണോ പുറത്തുനിന്നാണോ ബോഡി ആംബുലൻസിനകത്ത് ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പോലീസായാലും സമീപ പ്രദേശത്തുള്ള ആൾക്കാരായി കഴിഞ്ഞാലും എല്ലാവരും, ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം രഞ്ജിത എന്ന മലയാളി നഴ്സാണ് മരിച്ചത്. UK-യിൽ ജോലി ചെയ്യുകയായിരുന്നു. പത്തനംതിട്ട സ്വദേശിയാണ്. അവരുടെ ബന്ധുക്കളെ ഇപ്പോൾ വിവരങ്ങൾ അറിയിച്ചു വരുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ഇപ്പോൾ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ? അവര് വരേണ്ടി വരും. ഞങ്ങളിപ്പോ അവരുടെ റിലേറ്റീവിലുള്ള ആരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അഹമ്മദാബാദിൽ വന്നേ പറ്റൂ, ബ്ലഡ് റിലേഷനിലുള്ള ആള് വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ ബോഡി DNA ടെസ്റ്റ് നടത്തേണ്ടി വരും മിക്കവരുടെയും ബോഡികൾ. അപ്പൊ അതിനുശേഷം മാത്രമേ ബോഡി വിട്ടുകൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരാരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ ആൾക്കാർ, പ്രവർത്തകർ അവരുടെ കൂടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ ഗിരീശൻ. അഹമ്മദാബാദ് മലയാളി സമാജം അവിടുത്തെ വളരെ പ്രശസ്തമായ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്.